إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹ സമ്പന്നരായ വിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിതത്തെ തഖ്വയുള്ള ജീവിതമാക്കി തീർക്കുകയും പാരത്രിക ലോകത്ത് ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ മരണം വരെ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നാം ഏവരെയും അതിനെ സഹായിക്കുകയും തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. എണ്ണിയാൽ തീരാത്തത്ര അനുഗ്രഹങ്ങളാണ് റഹ്മാനായ റബ്ബിൽ നിന്ന് ഓരോ നിമിഷവും നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അനുഗ്രഹങ്ങളെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ പൊതുവെ മനുഷ്യന്മാരുടെ ഒരു സ്വഭാവമാണ് ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെ വിലയും നിലയും അറിയാതെ അതിനോട് സമീപിക്കുക എന്നുള്ളത്. എത്ര വലിയ അനുഗ്രഹം ലഭിച്ചാലും നിരാശയോടുകൂടി കഴിയുന്ന മനുഷ്യന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. ഉന്നത നിലവാരം വെച്ച് പുലർത്തുന്ന ആളുകൾ, അവരോട് നമ്മൾ അവരുടെ അവസ്ഥകളെ കുറിച്ച് അന്വേഷിച്ചാൽ അവർ പറയും തട്ടിമുട്ടിക്ക് ഇങ്ങനെ ജീവിച്ചു പോകുന്നു. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളുടെ വിലയും നിലയും നാം അറിയുകയും എന്തിനാണോ റബ്ബ് നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നത് അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുകയും
റബ്ബ് ആവശ്യപ്പെട്ട രൂപത്തിൽ ആ അനുഗ്രഹങ്ങൾക്ക് അവർ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ശുക്ർ ചെയ്യുക എന്നുള്ള കടമയുമാണ് നമ്മുടെ മേൽ ബാധ്യതയുള്ളത്. അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം അസ്-സുമർ സൂറത്തിലെ 7-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇൻ തക്ഫുറു ഫഇന്നല്ലാഹ ഗനിയ്യുൻ അൻകും വലാ യർളാ ലിഇബാദിഹിൽ കുഫ്ർ വഇൻ തശ്കുറൂ യർളഹു ലക്കും ഇൻ തക്ഫുറു ഫഇന്നല്ലാഹ ഗനിയ്യുൻ അൻകും. നിങ്ങൾ നന്ദികേട് കാണിക്കുന്ന പക്ഷം തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ ആശ്രയത്തിൽ നിന്ന് മുക്തനാണ്. നിങ്ങളുടെ ആരുടെയും ആശ്രയം അള്ളാഹു വേണ്ട. അള്ളാഹു ഗനിയ്യാണ്, ധന്യനാണ്. വലാ യർളാ ലിഇബാദിഹിൽ കുഫ്ർ. അള്ളാഹുവിന്റെ അടിമകൾ നന്ദികേട് കാണിക്കുന്നത് അവന് തൃപ്തിയുള്ള കാര്യങ്ങൾ. അള്ളാഹുവിന് നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ അത് മുഖേന അവൻ നിങ്ങളെ തൃപ്തിപ്പെടുകയും ചെയ്യുമെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ശുക്ർ ചെയ്ത് അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട ജീവിതം നമുക്ക് വേണം. അള്ളാഹു നമുക്ക് നൽകിയ വളരെ പ്രധാനപ്പെട്ട 3 അനുഗ്രഹങ്ങളെ കുറിച്ച് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബി വമുആഫൻ ഫീ ജസദി വഇൻദഹു ഖൂതു യൗമി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയാ. റവാഹു തിർമിദി. ഇമാം തിർമിദി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്? മനുഷ്യന് ലഭിക്കുന്ന 3 പ്രധാനപ്പെട്ട വലിയൊരു അനുഗ്രഹങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബി. നിർഭയത്വത്തോടു കൂടി ആരെയും പേടിക്കാതെ, ശത്രുക്കളുടെ അക്രമങ്ങൾ ഭയക്കാതെ ഒരാൾ തന്റെ നാട്ടിൽ, തന്റെ കുടുംബത്തിൽ, സ്വന്തം തന്നെ നിർഭയനായിക്കൊണ്ട് ഒരാൾ രാവിലെ പ്രവേശിച്ചു കഴിഞ്ഞാൽ, പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, നിർഭയത്വത്തോടു കൂടി ഒരാൾ രാവിലെ പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്നാണ് ഒന്നാമത്തെ കാര്യം. വളരെ വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്. പറഞ്ഞു തരേണ്ട ആവശ്യമില്ലാത്ത വിധം വിവരണാതീതമാണ് നമുക്ക് ചുറ്റും ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ. നമ്മുടെ മുസ്ലിങ്ങളായ മുഅ്മിനീങ്ങളായ പല സഹോദരങ്ങളും താൻ പഠിച്ച ദീൻ അനുസരിച്ച്, ആദർശമനുസരിച്ച് ജീവിക്കാൻ പോലും സ്വസ്ഥതയില്ലാതെ, നിർഭയത്വമില്ലാതെ ജീവിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ എന്നാണ് പറഞ്ഞത്. എവിടെയൊക്കെ ആരൊക്കെ അള്ളാഹുവിന്റെ മതമായ ദീനുൽ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് മുവഹ്ഹിദീങ്ങളായി ജീവിക്കുന്നുണ്ടോ, ലോകത്തിന്റെ എവിടെയുണ്ടായിട്ടും അവരൊക്കെ ഇഖ്വത്താണ്, ആദർശ സഹോദരങ്ങൾ. രക്തബന്ധത്തെക്കാളധികവും ഈടുറ്റുള്ള, ഉറപ്പുള്ള, കെട്ടുറപ്പുള്ള, ദൃഢതയുള്ള ഒരു ബന്ധമാണ് ആദർശ ബന്ധം എന്ന് പറയുന്നത്. അതുകൊണ്ട് എവിടെ മുസ്ലിങ്ങൾ ദീൻ സ്വീകരിച്ചതിന്റെ പേരിൽ പ്രയാസപ്പെടുന്നുണ്ടോ, ആ വാർത്തകൾ നമുക്ക് കിട്ടുന്നുണ്ടോ, അവർക്ക് വേണ്ടി നമ്മൾ മനമുരുക്കി പ്രാർത്ഥിക്കണം.
നിർഭയത്വത്തിന് വേണ്ടിയും സമാധാനത്തിന് വേണ്ടിയും സ്വസ്ഥതയ്ക്കും വേണ്ടി നമ്മൾ കരഞ്ഞു പ്രാർത്ഥിക്കണം റബ്ബിനോട്. നമുക്ക് ബാധിച്ചിട്ടില്ല എന്ന് കരുതി നമ്മൾ മാറി നിൽക്കാൻ പാടില്ല. അതാണ് പറഞ്ഞത്, ഒരാൾ രാവിലെ നിർഭയത്വത്തോടു കൂടി ആരെയും പേടിക്കാതെ ശത്രുക്കൾ ആക്രമിക്കുമോ ഒന്നും ഭയക്കാതെ ഒരാൾ സുബഹിക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ആരോഗ്യത്തോടുകൂടി സൗഖ്യത്തോടുകൂടി പറയാൻ പറ്റുന്ന ഒരു രോഗവുമില്ല, കുഴപ്പമൊന്നുമില്ല, ഹെൽത്തിയാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ സുബഹിക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അന്ന് ജീവിക്കാനുള്ള ഭക്ഷണം, നാളെ അന്ന് കഴിയാനുള്ള ഭക്ഷണം അവന്റെ കയ്യിലുണ്ടെങ്കിൽ എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫകഅന്നമാ ഹീസത് ലഹു ദുനിയാ, ദുനിയാവ് മുഴുവൻ അവന് ഒരുമിച്ച് കൂട്ടപ്പെട്ടവനെ പോലെയാണ്. ദുനിയാവ് മുഴുവൻ ലഭിച്ചവനെ പോലെയാണ്. ഈ മൂന്ന് കാര്യങ്ങൾ സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടോ? ദുനിയാവ് മുഴുവൻ കിട്ടിയവനെ പോലെ. ഹബീബുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മെ പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, ഇതിൽ പ്രധാനപ്പെട്ട ഒരു നിഅമത്താണ് നിഅമത്തുൽ ആഫിയ എന്ന് പറയുന്നത്. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ശരീരത്തിനും മനസ്സിനും ആരോഗ്യവും സൗഖ്യവും ലഭിക്കുക എന്നുള്ളത്. നിർഭയത്വമുണ്ട്, സമ്പത്തുമുണ്ട്, പക്ഷേ ആരോഗ്യമില്ല, സൗഖ്യമില്ല. അതുകൊണ്ട് അവർക്ക് ആഫിയത്ത് ലഭിക്കുകയില്ല. അതുകൊണ്ട് ആണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ചൊല്ലുന്ന പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളിൽ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അൽഹംദുലില്ലാഹി അല്ലദീ ആഫാനി ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വഅദിന ലീ ബിദിക്രി. വല്ലാത്ത പ്രാർത്ഥനയാണ്. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ഉടനെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളിൽ 3 എണ്ണമുണ്ട്, വേറെയുമുണ്ട്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് അൽഹംദുലില്ലാഹി അല്ലദീ ആഫാനി ഫീ ജസദി. എനിക്ക് ആരോഗ്യവും സൗഖ്യവും നൽകിയ അല്ലാഹ്. വറദ്ദ അലയ്യ റൂഹി, എന്റെ ആത്മാവിനെ അള്ളാഹുവിന്റെ കയ്യിലായിരുന്നു, അത് എനിക്ക് അവൻ തിരിച്ചു തന്നു. എന്തിനാണ് എനിക്കൊരു ജീവിതം കൂടി അള്ള തന്നത്? ഒരു ദിവസം കൂടി ജീവിക്കാനുള്ള അവസരം സുബഹിക്ക് തന്നത് എന്തിനാ? അള്ളാഹുവിന്റെ അതിമഹത്വത്തെ വാഴ്ത്തുവാനും സ്തുതിക്കുവാനും അതിനാണ് റബ്ബ് എനിക്ക് ആ കഴിവ് നൽകിയത്. അതുകൊണ്ട് എല്ലാ സ്തുതിയും അൽഹംദുലില്ലാഹ് അല്ലാഹുവിനാണ്. സഹോദരങ്ങളെ, നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ആത്മാവൊക്കെ അള്ളാഹ് പിടിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ 39-ാം അധ്യായം അസ്-സുമർ സൂറത്തിലെ 42-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയുന്നുണ്ട്, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതി ലം തഖുത് ഫീ മനാമിഹാ വയുംസികു അല്ലതി യുഖദാ അലൈഹാ അൽ-മൗത് വയുർസിലു അൽ-ഉഖറാ ഇലാ അജലിൻ മുസമ്മാ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ, ആത്മാവുകളെ മരണസമയത്ത് അല്ലാഹു പൂർണ്ണമായി ഏറ്റെടുക്കുന്നു. വല്ലതി ലം തഖുത് ഫീ മനാമിഹാ, അതിൽ മരണം നിശ്ചയിക്കാത്ത ആത്മാവുകളെ അല്ലാഹു ഉറക്കത്തിൽ പിടിക്കുന്നു. ചില ആളുകൾ മരണത്തോടു കൂടി ഉറക്കത്തോടുകൂടി മരിക്കുന്ന സംഭവം നമ്മൾ അറിയാറുണ്ട്, സൈലന്റ് അറ്റാക്ക്. അതാണ് അതിന് ചില ബാക്കിയുള്ള എല്ലാവരുടെയും ആത്മാവുടെ കയ്യിലാണ്.
അതാണ് ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വഅഹ്യ എന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ജീവിക്കുന്നതും ഞാൻ മരിക്കുന്നതും അള്ളാഹുവിന്റെ നാമത്തിലാണ്. ഉറക്കുന്നുള്ള ആ മരണം ഒരു ചെറിയ മരണത്തിന്റെ ഫീലിംഗ് ആണ് ഉറങ്ങുമ്പോ. അതുകൊണ്ടാണ് പറഞ്ഞത് വല്ലത്തി ലം തഖുദു ഫീ മനാമിഹ. അതിൽ ഏതൊക്കെ ആത്മാവിനാണോ അള്ളാഹു മരണം നിശ്ചയിക്കാത്തത് ആ ആത്മാക്കളെയും അള്ളാഹു ഉറക്കത്തിൽ പിടിക്കുന്നുണ്ട്. എന്നിട്ട് ആ മരണം നിശ്ചയിക്കുന്ന ആത്മാക്കളെ പിന്നെ അള്ളാഹു തിരിച്ചു കൊടുക്കൂല, അവിടെ പിടിച്ചു വെക്കും. മരണം നിശ്ചയിക്കാത്ത ആത്മാവുകളെ അള്ളാഹു നിശ്ചിത കാലം വരെ വിട്ടയക്കുകയും ചെയ്യും. അതൊക്കെ അൽഹംദുലില്ലാഹ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. രാവിലെ നമ്മളെ ആത്മാവിന്റെ അള്ളാഹിന്റെ മുമ്പിൽ കയ്യിലായിരുന്നു. പക്ഷെ അള്ളാഹു നമുക്ക് ഇനിയും ജീവിക്കാനുള്ള അജലും മുസമ്മ നിശ്ചിത അവധി തന്നിട്ടുണ്ട്. ഈ കാര്യം ചിന്തിക്കുന്ന മനുഷ്യന്മാർക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങൾ ഈ പറയുന്ന കാര്യത്തിലുണ്ടെന്ന് അള്ളാഹു പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം നിരന്തരമായി അള്ളാഹുവിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ആഫിയത്തിനെ കുറിച്ച്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരൻ അബ്ബാസ് ഇബ്നു മുത്തലിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ് അല്ലിംനി ശൈഅൻ അസ്അലുഹു. അല്ലാഹുവിന്റെ റസൂലേ, അള്ളാഹുവിനോട് ചോദിക്കാൻ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു കാര്യം എനിക്ക് നിങ്ങൾ പഠിപ്പിച്ചിരിക്കും. റസൂലിനെക്കാട്ടും പ്രായമുള്ള ആൾ, റസൂലിന്റെ എളാപ്പൻ. അള്ളാഹുവിന്റെ റസൂലെ, അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു കാര്യം എനിക്ക് പഠിപ്പിച്ചു തന്നാലും. റസൂൽ എന്താ പറഞ്ഞത്? അള്ളാഹുവിനോട് നിങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും ആഫിയത്ത് കിട്ടാൻ വേണ്ടി, യാതൊരു പ്രയാസമില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ ആരോഗ്യത്തോടുകൂടി സൗഖ്യത്തോടുകൂടി കഴിയാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുക. അദ്ദേഹം പറയേണ്ട അത് കേട്ട് ഞാൻ തിരിച്ചുപോയി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് ചെന്നു. എളാപ്പല്ലേ കേട്ട് റസൂലിന്റെ അടുത്ത് പോയി. പിന്നെയും വന്നു, പിന്നെ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, അള്ളാഹുവിനോട് ചോദിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു കാര്യം പഠിപ്പിച്ച് വീണ്ടും അതേ ചോദ്യം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടിക്ക് ചെറിയ മാറ്റം. റസൂൽ പറഞ്ഞു, ഫഖാല യാ അബ്ബാസ് യാ അമ്മ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലില്ലാഹിൽ ആഫിയത ഫി ദുനിയ വൽ ആഖിറ. കുറച്ചും കൂടി സ്നേഹത്തോടു കൂടി ബഹുമാനത്തോടു കൂടി വിളിച്ചു, യാ അബ്ബാസ്, ഓ അബ്ബാസ്, യാ അമ്മ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ പിതൃവ്യ സഹോദരൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ എളാപ്പാൻ. മറ്റൊരു വേഗം ഉത്തരം പറഞ്ഞു, പക്ഷെ ഇതിൽ കുറച്ചുകൂടെ സോഫ്റ്റോട് കൂടി കുറച്ചും കൂടെ സ്നേഹത്തോടു കൂടി വിളിച്ചുകൊണ്ട് പറഞ്ഞു, വേറെ ഒന്നും പറയാനില്ല, നിങ്ങൾ അള്ളാഹുവോട് എപ്പോഴും ആഫിയത്തിന് വേണ്ടി അള്ളാഹുവോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ആഫിയത്തിന് വേണ്ടി ചോദിക്കണം, ആരോഗ്യം ലഭിക്കണം, സിക്കത്ത് ലഭിക്കണം. കാരണം കർമ്മങ്ങൾ ഇബാദത്തുകൾ ചെയ്യാൻ നമുക്കറിയാം, നമ്മുടെ പ്രാഥമികമായ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ 4 ആളുകളുടെ ആവശ്യം നമുക്ക് ഹെൽപ്പ് വേണമെന്നൊരു അവസ്ഥ ഉണ്ടായി ആലോചിച്ച് നോക്കി. ഒന്ന് ബാത്റൂമിൽ പോവാനും ആ ആവശ്യം നിറവേറ്റാൻ നമുക്ക് സ്വന്തം കൊണ്ട് കഴിയില്ല, 4 ആളുകൾ വേണം. അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ എന്തായിരുന്നു നമ്മുടെ അവസ്ഥ? അള്ളാഹു നമുക്ക് കാത്തുരക്ഷിക്കുമാറാണ്. ഇനിയില്ല നമ്മൾ ഉടുക്കുന്ന വസ്ത്രം, നമ്മൾ ധരിക്കുന്ന നമ്മുടെ അടിവസ്ത്രം, അതൊന്നും നമ്മുടെ ശരീരത്തിലേക്ക് അണിയിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയാത്തൊരവസ്ഥ വന്നാൽ എന്തായിരുന്നു നമ്മുടെ അവസ്ഥ? അതിനൊക്കെ പ്രത്യേകം കാലമാണോ? നിമിഷങ്ങൾ മതി. അള്ളാഹു നമുക്ക് അതിരക്ഷിക്കുമാറാണ്.
അതാണ് ആഫിയത്തിന്റെ വില മനസ്സിലാക്കി. നിഅമത്തുൽ ആഫിയ എന്ന് പറഞ്ഞാൽ അതാണ് റസൂൽ പറഞ്ഞത്. ഈ മൂന്ന് കാര്യങ്ങൾ ഒരാൾക്ക് വന്നാൽ അവന് ദുനിയാവ് മുഴുവൻ കിട്ടി. ഇതില്ലാത്ത അവസ്ഥ ഉണ്ടായാലോ എല്ലാ സൗകര്യവും കൊണ്ട് പക്ഷെ ശരീരം കൊണ്ട് ഒന്നിനും നടക്കണില്ല, നിരാശനായി കഴിയുന്നത്. അതുകൊണ്ട് റസൂൽ പറഞ്ഞത് ആഫിയത്തിനെ ചോദിക്കാൻ. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ വഫാത്തിന് ശേഷം മിമ്പറിൽ കയറി നിങ്ങളുടെ കരഞ്ഞു. قام أبو بكر رضي الله عنه على المنبر ثم بكى فقال قام رسول الله صلى الله عليه وسلم عام الأول المنبر. അദ്ദേഹം മിമ്പറിൽ കയറിയിട്ട് പറഞ്ഞു, ഇസ്ലാമിന്റെ തുടക്കകാലത്തെ പ്രവാചകൻ മിമ്പറിൽ കയറിയാൽ ഇങ്ങനെ കരയും. അയാളുടെ കരഞ്ഞ് കാണിച്ചു കൊടുത്തു. ഞാൻ കരയാൻ കാരണം പ്രവാചകൻ ഇങ്ങനെ നിങ്ങൾ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് കരഞ്ഞിരുന്നു, അത് ഞങ്ങൾ കേട്ടിട്ട് കണ്ടിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട് കരഞ്ഞുകൊണ്ട്, സല്ലല്ലാഹു ആഫിയ, ഓ ജനങ്ങളെ, വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കണം. ശരീരത്തിനും മനസ്സിനും സൗഖ്യം ലഭിക്കുവാൻ, പ്രതിസന്ധിയില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആരോഗ്യം തരണമല്ലാ എന്ന് ദുനിയാവിലും ആഖിറത്തിലും കിട്ടണം. വിശാലമായ അർത്ഥതലങ്ങളുള്ള ഒരു പദമാണ് ആഫിയത്തിനുള്ളത്. ആഖിറത്തിലും ദുനിയാവിലും പ്രയാസമില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ സൗഖ്യത്തോടു കൂടി കഴിയാനുള്ള ഒരു ജീവിതാവസ്ഥ നൽകുക എന്നുള്ളതാണ് ആഫിയത്തിന്റെ വിശാലമായ അർത്ഥം. ഇന്നലെ റസൂൽ ചേർത്ത് പറഞ്ഞു, നിശ്ചയമായി ഉറച്ച വിശ്വാസം കഴിഞ്ഞാൽ ആഫിയത്തിനേക്കാൾ സൗഖ്യത്തെക്കാൾ മഹത്തരമായ മറ്റൊന്നും ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അതായത് ഈമാൻ കിട്ടിക്കഴിഞ്ഞാൽ, തൗഹീദ് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് കിട്ടുന്ന ആഫിയത്താണ്. ഇതിന്റെ ചുരുക്കം അതാണ് റസൂൽ പറഞ്ഞത്. തൗഹീദുണ്ട്, ഈമാനുണ്ട്, ഉറച്ച വിശ്വാസമുണ്ട്, എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യവും ഏറ്റവും മഹത്വമുള്ള കാര്യം ആഫിയത്താണ് എന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. സാധാരണ അറബികൾ പറയാറുണ്ട്, അൽ ആഫിയതു ലാ യഅദിലുഹാ ശൈഉൻ അബദ, ആഫിയത്തിന് പകരം വെക്കുന്ന ഒന്നുമില്ലട്ടോ. അൽ ആഫിയതു അഗ്നൗ ലിബാസിൻ യൽബസുൽ ഇൻസാൻ, ജനങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ശാന്തമായ വസ്ത്രം എന്ന് പറഞ്ഞാൽ ആഫിയത്താണ്. അൽ ആഫിയതു അത്ലബു തുആമിൻ യതസവ്വഖുൽ ഇൻസാൻ, മനുഷ്യൻ ഭക്ഷിക്കുന്ന രുചിക്കുന്ന ആസ്വാദ്യകരമായ ഭക്ഷണത്തിൽ ഏറ്റവും സ്വാദിഷ്ടമായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ആഫിയത്താണ്. അൽ ആഫിയതു അഹ്ദഉ നൗമത്തിൻ യനാമു അൽ ഇൻസാൻ, മനുഷ്യൻ ശാന്തമായി ഉറങ്ങുന്ന, സ്വസ്ഥമായി ഉറങ്ങുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ആഫിയത്താണ്. അതുകൊണ്ട് സമ്പത്തുണ്ട്, കഴിവുണ്ട്, കോടിക്കണക്കിന് ലക്ഷം രൂപയുണ്ട്, പക്ഷേ ശാരീരികമായ അവശതയാണ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആഫിയത്തിന്റെ വില അറിയാതെ പോകും. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനോട് ഈമാനും തൗഹീദും നമുക്ക് ദൃഢമായി കഴിഞ്ഞാൽ, യഖീനായി കഴിഞ്ഞാൽ, പിന്നീട് റബ്ബിനോട് നമ്മൾ ഈ ഈമാൻ അനുസരിച്ച്, ഈ തൗഹീദ് അനുസരിച്ച് മരണം വരെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിന്റെ പള്ളിയിൽ വന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ വന്ന് സുജൂദ് ചെയ്യുവാൻ ശരീരത്തിന് സൗഖ്യവും ആരോഗ്യവും തരണേ നമ്മൾ പ്രാർത്ഥിക്കണം. എത്ര ആളുകൾ ഇന്ന് ഈ പള്ളിയിലേക്ക് ഖുതുബക്ക് വരാൻ പറ്റാതെ വീട്ടിന്റെ അടുങ്ങളിൽ കഴിയുന്നുണ്ട്. എത്ര യുവാക്കൾ, എത്ര വിദ്യാർത്ഥികൾ മാരകമായ രോഗങ്ങൾ കൊണ്ട്, പരീക്ഷണങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട് ഈ ജുമയുടെ ഖുതുബക്ക് പോലും വരാൻ പറ്റാത്ത ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ അവരുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുകയും ആഫിയത്ത് ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു വലിജമീഇൽ മുസ്ലിമീൻ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده
والصلاة والسلام على من لا نبي بعده. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് വസിയ്യത്ത് ചെയ്യുന്നത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ നമസ്കരിക്കുന്നത് പോലെ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതാണ്. സമ്പത്ത് കൊണ്ട് അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ സകാത്തും സ്വതയും നൽകുക എന്നുള്ളത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ യൗമിൻ യുസ്ബിഉൽ ഇബാദു ഫീഹി ഇല്ലാ യൻസിലാനി മലകാനി യഖൂലു അഹദുഹുമാ അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ ويقول الآخر اللهم أعطي ممسكا تلفا. ഓരോ രാവിലെയും ഈ ഭൂമിയിലുള്ള ഓരോ അടിമകളുടെയും അടുത്ത് രണ്ട് മലക്കുകൾ വരുന്നുണ്ട്. രണ്ട് മലക്കും നമ്മുടെ ഒക്കെ അടുത്ത് വരും. നമ്മുടെ വലത് ഭാഗത്തും ഇടഭാഗത്തും അവരുണ്ടാവും. എന്നിട്ട് അവർ ഓരോ പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കുന്നത്? അവര് ഒരാൾ പറയും, ഒരു മലക്ക് പറയും, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ. അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവർക്ക് അതിന് പകരം നീ ഇരട്ടിയായി നൽകണേ, ഖലഫ് നൽകണേ. സഹോദരങ്ങളെ, നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത്, ദിവസവും നമ്മുടെ ഭാഗത്ത് ചെറിയൊരു സ്വതക്ക നമ്മൾ നൽകണം. അല്ലാഹുവിന്റെ മാർഗത്തിൽ ആ സ്വഭാവം ഉണ്ടാകണം. ആ സ്വതക്കത്ത് ബുർഹാൻ എന്ന് പറഞ്ഞത് റബ്ബിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുക അവന്റെ ഐഡന്റിറ്റിയാണ്, അവന്റെ ആധാരമാണ്. നിസ്കാരം പോലെ നിർവഹിക്കണം. നിസ്കാരം എവിടെയൊക്കെ പറയുന്നുണ്ടോ അവിടെയൊക്കെ സകാത്ത് പറയുന്നുണ്ട്. ഐച്ഛികമായ ദാനധർമ്മങ്ങളും നിർബന്ധിതമായ സകാത്തും ഒക്കെ അതിൽപ്പെട്ടു. രണ്ടാമത്തെ മലക്ക് പറയും, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ. അല്ലാഹുവേ, നീ നൽകിയ സമ്പത്ത് പിശുക്കി വെച്ച് തീർന്നു പോകുമെന്ന് കരുതി അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാത്ത ഇവൻ, അവൻ നീ തലഫിന് നൽകണേ, സമ്പത്ത് മുഴുവൻ നശിപ്പിക്കണമേ എന്ന് ദിവസവും മലക്ക് നമുക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ മലക്കിൽ ഏത് പ്രാർത്ഥന നമുക്ക് ആവശ്യമുണ്ട്? നമ്മുടെ മുമ്പിൽ സഹായമസ്തമായി ആര് വന്നാലും, ഇനി വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ മുസ്ലിമാണ് എന്നുള്ളതിന്റെ ഒരു അടിസ്ഥാന ആധാരമാണ് റബ്ബിന്റെ മാർഗത്തിൽ റബ്ബിന്റെ വഴി ഉദ്ദേശിച്ചുകൊണ്ട് കൊടുക്കണം. ആളുകൾ വന്നു ചോദിക്കുന്നു, പറയുന്നു, അതുകൊണ്ട് ഇനി അവനെങ്ങനെ തിരിച്ചു പറഞ്ഞേക്കാനല്ല, ഇഖ്ലാസോട് കൂടി കൊടുക്കണം, കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം. നിങ്ങൾ നമസ്കരിക്കുക, നമസ്കാരം നിർവഹിക്കുക, സകാത്ത് നിർവഹിക്കുക. അടുത്തതാണ് അള്ളാഹുവിന് നിങ്ങൾ നല്ല കടം കൊടുക്കണം. എന്താ നല്ല കടം? അള്ളാഹെ കൊടുക്കാൻ പറയുന്നു. എല്ലാ സമ്പത്തും നമുക്ക് അള്ള തന്നു. മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നല്ല കടം എന്ന് പറഞ്ഞാൽ എന്താ? അത് അള്ളാഹു തന്ന സമ്പത്ത് അള്ള ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ കൊടുക്കുക, സന്തോഷത്തോട് കൂടി കൊടുക്കുക. കൊടുത്തതിൽ പേരിൽ മാനസികമായ ഒരു പുരിമുറുക്ക മനസ്സിലുണ്ടാകരുത്. പോയല്ലോ ചോദിച്ചു വന്നതല്ലേ, അതുകൊണ്ട് കൊടുക്കേണ്ടേ എന്നും തോന്നരുത്. അള്ളാന്റെ വഴി ഉദ്ദേശിച്ചു കൊടുക്കുക. കാരണം റബ്ബ് തന്നത് സമ്പത്തിന്റെ എല്ലാം ഉടമ അള്ളയാണ്. മനുഷ്യരൊക്കെ അള്ളാഹുവിനെ ഡിപ്പെൻഡ് ചെയ്ത് ആശ്രയിച്ച ജീവിക്കുക. അതുകൊണ്ട് നമ്മുടെ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ എവിടെ ചെലവഴിക്കാൻ പറ്റുമോ, നമുക്ക് നാളെ പരലോകത്തേക്ക് അതൊരു സ്വതക്ക ജാരിയ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ സമ്പത്ത് കൊടുക്കണം. കാരണം ഈ സമ്പത്തിന്റെ ഉണ്ടവും അള്ളയാണ്. ഈ ഭൂമിയുടെ മുഴുവൻ അനന്തരമെടുക്കുന്ന അള്ളയാണ്.
ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ്, ആകാശഭൂമികളെല്ലാം രാജാധികാരം, ആധിപത്യം, അധികാരം അല്ലാഹുവിന്റെ കയ്യിലാണ്. അതുകൊണ്ട് റബ്ബ് തന്നതാണ്. റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഓരോ ദിവസവും എന്തെങ്കിലും ചെറുതായിട്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ വേണം. അല്ലാഹു പറഞ്ഞു, അൻഫിഖ് യാ ഇബ്ന ആദം ഉൻഫിഖ് അലൈക, ഓ ആദമിന്റെ മകൻ, നീ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. ഉൻഫിഖ് അലൈക, നിന്റെ മേൽ അല്ലാഹു ചെലവഴിക്കും. റബ്ബിന്റെ മാർഗത്തിൽ എന്ത് ചെയ്തോ അത് നമുക്ക് നാളെ കാണാം. അതുകൊണ്ട് റബ്ബിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുവാൻ ഒരു തടസ്സമില്ലാത്ത രൂപത്തിൽ ചെലവഴിക്കണം. മനസ്സ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആഫിയത്ത് നൽകി നമ്മെ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ധാരാളം ആളുകൾ വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. രോഗങ്ങൾ കൊണ്ട്, സാമ്പത്തിക പ്രയാസം കൊണ്ടല്ല. അല്ലാഹു അവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദൂരീകരിച്ച് അവരെല്ലാവരെയും അല്ലാഹു ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും ഗഫൂറുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പുറത്തു നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في بلاد الهند. اللهم احفظ إخوان المسلمين والمستضعفين في فلسطين وغزة وسوريا ولبنان. اللهم دمر أعداءك وأعداء الدين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم فرج هم المهمومين من المسلمين ونفس كرب المكروبين من المسلمين واقض الدين عن المدينين. اللهم اشف مرضانا ومرضى المسلمين. اللهم اشف مرضانا وارحم موتانا يا ارحم الراحمين. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين. وصلى الله وسلم وبارك على نبينا محمد والحمد لله رب العالمين. اقيموا الصلاه.